കുട്ടനാടെന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലോട്ട് ഓടി വരുന്നൊരു കാര്യമാണല്ലേ ഒരു ഹൗസ് ബോട്ട് യാത്ര. അതെ, നമ്മളും ഇന്ന് ഫാമിലി ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഒരു ഹൗസ് ബോട്ട് യാത്ര പോവുകയാണേ. ആദ്യം തന്നെ ചെന്നപ്പോൾ തന്നെ അവർ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് തന്നിട്ടായിരുന്നു നമ്മളെ വെൽക്കം ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ പോയത് മൈഥിലി റോയൽസിൻ്റെ ഒരു ക്യൂട്ടായിട്ടുള്ള കൊച്ചു ഹൗസ് ബോട്ടിലായിരുന്നു കേട്ടോ. നമ്മൾ 10 പേര് മാത്രം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു കൊച്ചു ഹൗസ് ബോട്ട് നമ്മൾ എടുത്തത്. ഇവർക്ക് വലിയ ഹൗസ് ബോട്ടും ഉണ്ട്, നമുക്കൊരു ഗെറ്റ് ടുഗദറും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റിയ വലിയ ഹൗസ് ബോട്ടുകളും ഇവർക്കുണ്ട് കേട്ടോ. വലിയൊരു ഹോളും 2 ക്യൂട്ടായിട്ടുള്ള റൂമുകളും ഒരു ഡൈനിങ് സ്പേസും ഒക്കെ ഉള്ളതായിരുന്നു ഈ ഒരു ഹൗസ് ബോട്ട് കേട്ടോ. നമ്മൾ 10 പേരായിരുന്നു, എൻ്റെ ഫാമിലി ഫ്രണ്ട്സും ഒക്കെ ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ അടിപൊളിയായിട്ട് വൈബ് അടിച്ചിട്ട് ട്രിപ്പായിരുന്നു ഇന്നത്തെ ഹൗസ് ബോട്ട് യാത്ര കേട്ടോ. നമുക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അങ്ങനെ ഹൗസ് ബോട്ടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നമ്മൾ കുട്ടനാട്ടുകാരി ആയിരുന്നിട്ടും ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ഞാൻ റെയർ ആയിട്ടാണ് കണ്ടിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഈ ഒരു പാക്കേജ് എടുത്തിട്ടുണ്ടായത് രാവിലെ കയറി നമ്മൾ വൈകുന്നേരം ഈവനിങ്ങിൽ ഇറങ്ങുന്ന രീതിയിലായിരുന്നു. നമുക്ക് വേണമെങ്കിൽ സ്റ്റേ ചെയ്യാനായിട്ടും ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ലഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലഞ്ചിന് നമുക്ക് ഇത്രയും വിഭവങ്ങളായിരുന്നു ഇവർ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. എല്ലാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, എടുത്ത് പറയേണ്ടത് തന്നെയാണ് കേട്ടോ. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള ടേസ്റ്റുകളായിരുന്നു കേട്ടോ. ലഞ്ച് ടൈം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല കിഡിലൊരു മഴക്കാറും അതുപോലെ തന്നെ അടിപൊളി ഒരു മഴയും നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ടീ ടൈം ആയിട്ടുണ്ടായിരുന്നു. ചായയും നല്ല കിഡിലിനൊരു ഏത്തക്കാപ്പം ആയിരുന്നു അവർ നമുക്ക് വേണ്ടി തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ അടിപൊളിയായിട്ടുള്ള ഒരു ഹൗസ് ബോട്ട് ട്രിപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ അവരുടെ നമ്പർ കൊടുത്തേക്കാം, ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.